KVS ഇന്തോ അമേരിക്കൻ സൗഹൃദത്തിൽ അതുപോലെ നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വരുത്തുന്ന എന്തെങ്കിലും നടപടികളിലേക്ക് ട്രംപ് കടക്കുന്ന കരുതുന്നുണ്ടോ? ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അല്ല അനിലെ, ഇവിടെ ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, ട്രംപ് വരുമ്പോൾ എല്ലാം ഇന്ത്യക്ക് അനുകൂലമാകും എന്നൊന്നും കരുതേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താ? നമ്മൾ നരേന്ദ്രമോദി മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ മനസ്സ് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ട്രംപ് ഓരോ കരിക്കളും നീക്കുന്നത്. സ്വാഭാവികമായിട്ടും കോൺഫ്രണ്ടേഷൻ്റേതായ സാഹചര്യം രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകും. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ചില പ്രശ്നങ്ങളിൽ, ഇപ്പോൾ നേരത്തെ ബൽദേവ് സൂചിപ്പിച്ചതുപോലെ വ്യാപാര കാര്യങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടായികയില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു 10-15 വർഷം മുമ്പുള്ള ഇന്ത്യയല്ല ഇന്നുള്ളത്. നയതന്ത്ര തലത്തിൽ ഇന്ത്യക്കുള്ള സ്ഥാനം, അതിനുള്ള അംഗീകാരം, അത് നരേന്ദ്രമോദി വന്നതിന് ശേഷമുണ്ടായ മാറ്റം, അത് നമ്മൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് ഈ ചർച്ച കൊണ്ടുപോകാൻ കഴിയില്ല. മോഡി ഇന്നത് ഒരു ലോകരാജ്യങ്ങളുടെ മുഴുവൻ അധിപനെന്ന് ഞാൻ പറയില്ല, പക്ഷേ അവർക്കൊക്കെ സ്വീകാര്യനായ നേതാവാണ്. പണ്ട് അമേരിക്കയുടെ മുമ്പിൽ നമ്മൾ കൈകൂപ്പി നിന്നിരുന്നുവെങ്കിൽ ഇന്ന് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന നരേന്ദ്രമോദിയെ നമുക്കിന്ന് കാണാൻ കഴിയുന്നു. ആ ഒരു സ്റ്റാറ്റസിൽ വന്ന മാറ്റമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാൽ അത് പരിഹരിക്കാൻ തക്കുന്ന കപ്പാസിറ്റി ഇന്ത്യൻ ലീഡർഷിപ്പിനുണ്ട്. ഇന്ത്യയുടെ വാശിയും ഇന്ത്യയുടെ നിലപാടുകൾക്കൊപ്പം നീങ്ങാൻ അമേരിക്കയെ നിർബന്ധിതമാക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ ഇന്ത്യയുടെ ഭരണകൂടത്തിന് കഴിയും, നരേന്ദ്രമോദിക്ക് കഴിയും. ആ ആസ്പെക്റ്റ് നമ്മൾ കാണാതെ പോയിക്കൂടാ. പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഇപ്പോൾ ടാരിഫ് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ കുറിച്ചുള്ള ചില ചിന്തകൾ ഓൾറെഡി 1-2 ഓർഡറുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നെഗോഷിയേഷൻസ് നടത്താൻ നമുക്ക് കഴിയണം. ഇപ്പോൾ നെതന്യാഹു വരുന്നു, ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് ഒരു വിദേശ രാജ്യത്തലവൻ വരുന്നതാണ്. അതിൻ്റെ പിന്നാലെ വാഷിങ്ടണിൽ എത്താൻ പോകുന്ന ഒരു നേതാവ് നരേന്ദ്രമോദിയായിരിക്കും എന്നാണ് സൂചന. ഈ ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനം ഉണ്ടാകും എന്നുള്ള ചില സൂചകങ്ങൾ ട്രംപ് തന്നെ നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ മുമ്പൊരു ചർച്ചയിൽ സൂചിപ്പിച്ചു, ഇന്ത്യയിൽ വച്ചിട്ട് നമ്മുടെ ഈ ജപ്പാനും ഇന്ത്യയും അമേരിക്കയും ഓസ്ട്രേലിയയും ഉൾക്കൊള്ളുന്ന ക്വാഡിൻ്റെ നേതൃയോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ട്രംപ് വരേണ്ടതാണ്. അപ്പോൾ ആ നിലയിലുള്ള ചർച്ചകളും കൂടിക്കാഴ്ചകളും ഒന്നിച്ച് നീങ്ങാനുള്ള വേദികളും ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് കഴിയും. അതിനുള്ള കപ്പാസിറ്റി ഇന്ന് ഇന്ത്യൻ ലീഡർഷിപ്പിനുണ്ട് എന്നത് നമ്മൾ കാണാതെ പോയിക്കൂടാ. പിന്നെ ഈ ഡിപ്പോർട്ടേഷൻ ഓഫ് ഇല്ലീഗൽ ഇമിഗ്രൻസ്, അത് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു, അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. ഈ ലോകം മുഴുവൻ അതിനെ ഗൗരവത്തിലാണ് കാണുന്നത്. അത്തരം ഒരു നടപടി ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗവൺമെൻറ് ഇതിനോട് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇന്ത്യക്കാർ അങ്ങനെ താമസക്കാരുണ്ടെങ്കിൽ ദേ വിൽ ബി ബ്രോട്ട് ബാക്ക് എന്നൊരു സമീപനം ഇന്ത്യ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊന്ന്, ട്രംപ് എടുക്കുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഭീകരവാദത്തിനെതിരായ നിലപാടാണ്, ഇസ്ലാമിക ഭീകരതയ്ക്കെതിരായ നിലപാടാണ്, ഹമാസിനെതിരായ നിലപാടാണ്. അത്തരം നിലപാടുകളെ ബൽദേവിനെ പോലുള്ള ഇടതുപക്ഷ ചിന്തകന്മാർ ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു എന്നതും കൂടി നമ്മൾ ശ്രദ്ധയോടുകൂടി കാണണം. അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റാണ്. പഴയ കാലത്ത് അമേരിക്ക എന്തെടുത്താലും എന്ത് പറഞ്ഞാലും അതിനെ വിമർശിക്കുന്ന നിലപാടുകളാണ് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ഒക്കെ സ്വീകരിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഹമാസിനെതിരായ ഈ അമേരിക്കൻ മണ്ണിൽ നടക്കുന്ന തീവ്രവാദത്തിനെതിരായ നിലപാടുകൾ എടുക്കുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ, അതിനെ അംഗീകരിക്കാൻ ഇടതുപക്ഷ സഹയാത്രികർ തയ്യാറാകുന്നത് ശുഭസൂചകമാണ് എന്നുകൂടി പറയട്ടെ.